ഹലോ, നമസ്കാരം. ഞാൻ ഷാൻ വഹാബ്. വാസ്തുപ്രകാരം വീട് വെച്ചില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതാണെന്ന് നമ്മൾ ചർച്ച ചെയ്ത ആശയം. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് അടിയിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. അപ്പോൾ നമ്മുടെ നാട്ടിൽ പല ആൾക്കാരും വാസ്തുപ്രകാരം വീട് വെച്ച് സ്വസ്ഥമായി സന്തോഷത്തോടെ സുഖമായി ജീവിക്കുന്നവരുണ്ട്. വാസ്തുപ്രകാരമല്ലാതെയും വീട് വെച്ച് സ്വസ്ഥമായി സുഖമായി സന്തോഷത്തോടെ ജീവിക്കുന്നവരുണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാവുന്നത്? നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻ്റായിട്ട് രേഖപ്പെടുത്തണം കേട്ടോ. അപ്പോൾ ഈ വാസ്തുവിലേക്ക് നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ, പഴയ കാലഘട്ടത്തിൽ പ്രകൃതിയുമായൊക്കെ ഇടകലർന്ന് ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അന്ന് മനുഷ്യർ പ്രകൃതിയുമായി ഇടകലർന്ന് ജീവിക്കാൻ വേണ്ടി അത്തരത്തിലുള്ള വീടുകളാണ് ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, കിഴക്ക് സൂര്യൻ ഉദിക്കും അല്ലേ? അപ്പോൾ നമ്മുടെ ഒരു വീട് ആദ്യം ഓണാകുന്നത് കിച്ചൺ സൈഡിലായിരിക്കും രാവിലെ. പഴയ കാലഘട്ടത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ പഴയ കാലഘട്ടത്ത് ഈ കിച്ചൺ ഓണാകുമ്പോൾ അത് കിഴക്ക് സൈഡിലായിരിക്കുമ്പോൾ ഒരു 5 മണിക്ക് 5:30 എണീറ്റ് കിച്ചൺ വർക്ക് ചെയ്യുമ്പോൾ സൂര്യൻ അവിടെ നിന്ന് ഉദിച്ച് വരുമ്പോൾ ആദ്യ പ്രകാശരശ്മികൾ വരുന്നത് കിച്ചൻ്റെ ഭാഗത്താണ്. ആദ്യം നമുക്കൊരു വീട്ടിൽ വെട്ടം വേണ്ടത് ഏത് ഭാഗത്താണ്? കിച്ചൻ്റെ ഭാഗത്ത്. കറണ്ട് ഇല്ലാത്ത കാലഘട്ടത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ കിഴക്ക് വരുന്ന രീതിയിൽ കിച്ചൺ വയ്ക്കുമ്പോൾ ലൈറ്റ് അവിടെ നിന്ന് വരും. അപ്പം അതായിരുന്നു അന്നത്തെ ആവശ്യകത. അതുകൊണ്ട് അത് കിഴക്ക് ഭാഗം വരുന്ന രീതിയിൽ കിച്ചൺ പ്ലാൻ ചെയ്തു. അത് ഇന്ന് വാസ്തുവിൻ്റെ ഭാഗമായി ഒക്കെ വരുന്നുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ നോക്കുമ്പോൾ പഴയതുപോലെ ഏക്കർ കണക്കിന് വസ്തുക്കളൊന്നുമില്ല. എല്ലാം ചുരുങ്ങി 5 സെൻറ്റ്. നമ്മുടെ നാട്ടിൻപുറത്ത് തന്നെ ഇപ്പോൾ 5 സെൻറ്റ് 10 സെൻറ്റൊക്കെയാണ് മിനിമം. സിറ്റിയിലേക്ക് വരുമ്പോൾ 1 സെൻറ്റ് 1.5 സെൻറ്റ് 2 സെൻറ്റൊക്കെയാണ് വലിയ വീടുകൾ വയ്ക്കുന്നതിന് വേണ്ടി തയ്യാറാക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ അവിടെയൊന്നും കൃത്യമായി വാസ്തു നോക്കി വീട് വയ്ക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. എന്നാൽ വാസ്തു നോക്കണ്ടേന്ന് ചോദിച്ചാൽ അതൊരോരുത്തരുടെ വിശ്വാസപ്രകാരവുമാണ്. അപ്പോൾ നമ്മൾ ഈ പ്ലോട്ടുകൾ ചുരുങ്ങുന്നതിനനുസരിച്ച് ഇപ്പോൾ സിറ്റിയിലൊക്കെ പോവുകയാണെങ്കിൽ 1 സെൻറ്റ് 1.5 സെൻറ്റിലൊന്നും വലിയ രീതിയിൽ ഒരു വാസ്തുവിൻ്റെ ഒരു പരിപാടിയും നടക്കത്തില്ല. അപ്പോൾ അവരൊക്കെ ഈ വാസ്തു എന്ന് പറയുന്ന സംഭവം പൂർണ്ണമായി ഉപേക്ഷിച്ച് തന്നെയാണ് വീട് വയ്ക്കുന്നതും വീട് പ്ലാൻ ചെയ്യുന്നതും ഒക്കെ ചെയ്യുന്നത്. നമ്മുടെ നഗരപ്രദേശങ്ങളിലേക്ക് വരുമ്പോൾ വാസ്തുവിനൊരു ഇമ്പോർട്ടൻസ് കാണപ്പെടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചുരുക്കത്തിൽ പറയാൻ പറ്റുന്നത്, വാസ്തുപ്രകാരം വീട് വെച്ചാലും വാസ്തുപ്രകാരമല്ലാതെ വീട് വെച്ചാലും വീട്ടിൽ താമസിക്കുന്നവർക്ക് സന്തോഷത്തോടെ സമാധാനത്തോടെ അഭിമാനത്തോടെ ഒത്തൊരുമയോടുകൂടി ജീവിക്കാൻ പറ്റുന്നുവെങ്കിൽ ആ വീടാണ് നമുക്ക് ആവശ്യം. അത് വാസ്തുപ്രകാരമാണെങ്കിലും വാസ്തുപ്രകാരമല്ലെങ്കിലും. പിന്നെ ചില കാര്യങ്ങൾ നമ്മൾ ആർക്കിടെക്റ്റ് രീതിയിൽ പ്ലാൻ വരയ്ക്കുമ്പോൾ പോലും ആ സൂര്യൻ ഉദിക്കുന്നതും ആ സൂര്യൻ്റെ രശ്മികൾ ഏൽക്കുന്നതും ആ ഭാഗത്ത് റൂമുകൾ കൊണ്ടുവരുമ്പോൾ ചൂട് പെട്ടെന്ന് സൂര്യരശ്മികൾ പതിച്ച് ചൂട് പിടിക്കുന്ന സൈഡിലേക്ക് വരുന്നതും ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെയാണ് ഏറെക്കുറെയൊക്കെ പ്ലാനിങ് നടക്കുന്നത്. എന്നാൽ നമ്മൾ ഇതൊക്കെ പറയുന്നെങ്കിലും അങ്ങനെ നോക്കുമ്പോൾ ഈ വാസ്തുവും ആർക്കിടെക്റ്റും തമ്മിൽ ചെറിയ കണക്ഷനും ചെറിയ ബന്ധങ്ങളും വായുസഞ്ചാരത്തിൻ്റെ കാര്യം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ ഇത് തമ്മിൽ ചില കണക്ഷനും ബന്ധങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും മിസ്സാവാത്ത രീതിയിൽ ഇപ്പോൾ വിശ്വാസമുള്ളവരാണെങ്കിൽ കൃത്യമായി നിങ്ങൾ വാസ്തുപ്രകാരം നിങ്ങളുടെ വിശ്വാസത്തിനനുസരിച്ച് ആ മൂല്യങ്ങൾ നോക്കിക്കൊണ്ട് തന്നെ പ്ലാൻ വരച്ച് വീട് വയ്ക്കണം. അത് വിശ്വാസമില്ലാത്തവരാണെങ്കിൽ ഇനി നാളൊരാൾ വന്നിട്ട് പ്രശ്നമാണ്, ഇങ്ങനെ വീട് വയ്ക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാലും കുലുങ്ങാത്ത മനസ്സുള്ളവരാണെങ്കിൽ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് പ്ലാൻ ചെയ്ത് വീട് വയ്ക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ കൃത്യമായി കമൻറ്റിൽ രേഖപ്പെടുത്തണം. വേറൊരു വിഷയവുമായി നമ്മൾ കാണും വരെ നന്ദി, നമസ്കാരം.